ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുമെന്ന് തിരുവനന്തപുരം നെടുമങ്ങാട് പനങ്ങോട്ടേലയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മഹിളാ മോർച്ച നേതാവ് ശാലിനി സനിൽ. വിവാദങ്ങൾക്ക് പിന്നാലെ ഇന്നലെയാണ് ശാലിനി സനിലിനെ BJP നേതൃത്വം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. പ്രാദേശിക RSS നേതൃത്വത്തിന്റെ എതിർപ്പിനെ ഇനി കാര്യമാക്കുന്നില്ലെന്ന് ശാലിനി 24നോട് പറഞ്ഞു. ഇത് ആദ്യമല്ല, അതാണ് ഇത്രയും വിഷയമാവാൻ കാരണം. 10 വർഷം മുന്നേ ഞാൻ ഇലക്ഷൻ നിന്ന സമയത്ത് ഇവിടെ ഈ വാർഡ് മുകൂർ വാർഡാണ്. മുകൂർ വാർഡിൽ നോമിനേഷൻ വരെ വാങ്ങിയപ്പോൾ ഇതേ ആൾക്കാരാണ് അന്ന് എന്നെ ഇവിടെ നിന്ന് മാറ്റി കൊല്ലങ്കാവ് എന്ന് പറയുന്ന വാർഡിലേക്ക് മാറ്റിയത്. പക്ഷെ അന്ന് നമ്മളത് അത്ര കാര്യമാക്കി എടുത്തില്ല. സംഘടനാ തീരുമാനം എന്നുള്ള രീതിയിൽ ഞാനത് അംഗീകരിക്കുകയായിരുന്നു. വീണ്ടും അതേ 10 വർഷം കഴിഞ്ഞിട്ടും അതേ അനുഭവം വീണ്ടും വന്നപ്പോഴാണ് ഇത് ഇത്രയും വിഷയമാകാൻ കാരണം. എനിക്കിപ്പോൾ എന്തായാലും അവരോട് ആരോടും വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അവർക്ക് എന്നോട് എന്താണ് അത് അവർക്കേ അറിയുള്ളൂ. പരിഹരിച്ചു എന്നാണ് നേതൃത്വം എന്നെ അറിയിച്ചിട്ടുള്ളത്. പിന്നെ എത്രത്തോളം അത് ആണെന്ന് ഇനി ഇറങ്ങുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. ഇനിയിപ്പോൾ ആശങ്കയ്ക്ക് വകയില്ല. കാരണം എന്തായാലും നമുക്കിത് ഫേസ് ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം. തിരുവനന്തപുരത്ത് ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷബീദ്, വിശദാംശങ്ങൾ. ശാലിനിക്ക് ഇനിയും ഉത്കണ്ഠയുടെ ദിനങ്ങളാണോ? എന്താണ് ഇപ്പോൾ ശാലിനിക്ക് സംശയം ബാക്കിയാണല്ലോ കുറേയേറെ. ഉറപ്പായിട്ടും പ്രാദേശിക തലത്തിലുള്ള എതിർപ്പ് അത് പൂർണ്ണമായും ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പൂർണ്ണ രീതിയിൽ പരിഹരിക്കുമെന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. മാത്രമല്ല, ഈ തൃക്കണ്ണാപുരത്തെ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ നെടുമങ്ങാട് പനങ്ങോട്ടയിലെ ശാലിനി സനിലിന്റെ ആത്മഹത്യാ ശ്രമം അത് BJP ജില്ലാ നേതൃത്വത്തിന് വലിയ തലവേദനയായിരുന്നു. പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടുകയും നേരത്തെ, അതായത് ഈ വാർഡിൽ തന്നെ നേരത്തെ ഉയർന്നു കേട്ട ഈ RSS പ്രാദേശിക നേതൃത്വത്തിന് താല്പര്യമുള്ള പേരുകളടക്കം വെട്ടി BJP സംസ്ഥാന നേതൃത്വം നേരിട്ട് തന്നെ ശാലിനി സനിലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. ഏതായാലും ആ വിഷയത്തിൽ ഇന്നു മുതൽ അവർ തെരഞ്ഞെടുപ്പ് പ്രചരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ പ്രാദേശികമായി ആ എതിർപ്പുകൾ അത് അവിടെ ഉണ്ടാകുമെന്നും അതിനെ കാര്യമാക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ശാലിനി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, 10 വർഷം മുൻപും തനിക്ക് സമാനമായ രീതിയിൽ ഈ പ്രാദേശിക നേതാക്കളുടെ RSS പ്രാദേശിക നേതാക്കളുടെ ഭാഗത്ത് ഇത്തരം ദുരനുഭവങ്ങൾ നേരിട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ ഇപ്പോഴും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ BJP പ്രാദേശിക നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ശാലിനിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ശാലിനി ആ വാർഡിൽ പരിചയമുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി അവർ മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ RSSന്റെ എതിർപ്പുണ്ടായാൽ അത് കാര്യമാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനവും ഇപ്പോൾ ശാലിനി എടുത്തിട്ടുണ്ട്. നിലവിൽ അവരുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച ചില പ്രശ്നങ്ങളുണ്ട്. ഇന്നും അവർ ആശുപത്രിയിൽ ചികിത്സ തേടി പോവുകയുമാണ്. ഷബീദ് റാവുത്തർ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.